ഭൂമി ഉരുണ്ടതാണല്ലോ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മൾ സുട ഇഡലിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് ഇതിന് മുന്നേയും ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഷോപ്പായിട്ട് ഇവർ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇഡലി മാത്രമല്ല, പേര് സുട ഇഡലി എന്നാണെങ്കിലും ഇഡലി മാത്രമല്ല, ദോശയുടെ 1-2 വെറൈറ്റീസും ഒക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും ചില്ലിട്ട് മണ്ടയ്ക്ക് തൂക്കിയിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. 1-2 ഐറ്റംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഞാനൊരു വൈകുന്നേര സമയത്താണ് ഇവിടെ വന്നത്. സാമാന്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ പൊടി ഇഡലി നല്ല ചൂടായിട്ട് അവിടെ റെഡിയാകുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ അത് ട്രൈ ചെയ്തത് കൊണ്ട് ഇത്തവണ പൊടി ഇഡലിയോട് നോ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ചബ്ബി ദോശയാണ്. അതെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ചബ്ബി ആയിട്ടുള്ള ഒരു ദോശയും വടക്കറി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെയാണ് ചേർത്ത്, അതൊരു കോംബോയാണ്. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ദോശ, നല്ല മൊരിഞ്ഞൊക്കെ ഇരിക്കുന്ന, എന്തോ നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തിളക്കത്തിലൊക്കെ ഉള്ളൊരു ദോശയുണ്ട്. പിന്നെ വടക്കറി പോലത്തെ സംഭവമുണ്ട്. അങ്ങനെ 2 ദോശകളുണ്ട്. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ദോശയുടെ കൂടെ ആ ഒരു ഉള്ളി സവാളയൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞൊക്കെ തരുന്നത്. ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. വടക്കറി ഒരു രക്ഷയുമില്ലാത്ത സാധനമായിരുന്നു. വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷായിരുന്നു ഈ വടക്കറി എന്ന് പറയുന്നത്. ഞാൻ വേറൊരിടത്തുനിന്നും വടക്കറി ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും രുചികരമായിരുന്നു. അടുത്ത് നമ്മൾ വാങ്ങിയത് മൈസൂർ ബെണ്ണെ ദോശയാണ്. മൈസൂറും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ സാധനം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് വൈസ് അങ്ങനെ ഒരു വൗ ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സൈഡിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഇഡലിയിലെ ഒരു വെറൈറ്റി ഡിഷും ഇരിക്കുന്ന കണ്ടു. എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്തു. ഇത്രയും കഴിച്ചതിന് എനിക്ക് ആയത് 190 രൂപയാണ്. വയറ് നിറഞ്ഞു. എങ്കിലും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വയറ് നിറഞ്ഞോ എന്ന്.